എന്നിട്ട് കേസുണ്ടാക്കിയത് എന്താ, പാവ ദാരാസിംഗ് ആൾക്കാരും കൂടി ഒന്ന് ജീപ്പിന് തീ വെച്ചു. സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് കുറെ എല്ലാവരും പോയി. ഇവര് ഈ ക്യാമ്പ് ഫയറിനടുത്ത് ആ ജീപ്പ് ഇട്ടിരുന്നു. ജീപ്പിനകത്ത് അച്ഛനും ഈ മറ്റേ സ്റ്റെയിൻസുമായുള്ള 2 മക്കളും കിടന്നുറങ്ങി. കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചപ്പോ തീ തൊട്ടടുത്തായിരുന്നു ജീപ്പിന്. തീ പടർന്നു പിടിച്ച് ജീപ്പ് കിടന്ന് കത്തിപ്പോ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ അതിന് മുമ്പ് ഒരിക്കൽ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ബജ്റംഗ് ദളിന്റെ നേതൃത്വത്തിൽ. ദാരാസിംഗ് ആണ് നയിച്ചത്. അയാളെ പിടിച്ച് നല്ല പ്രതിയാക്കി ഇടിച്ച് സത്യം പോലീസുകാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലം. അത് കഴിഞ്ഞ് എന്താ പറയണ കേസ് വന്നു. ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, അയാള് ജോലി രാജിവെച്ചിട്ട് ഈ ദാരാസിംഗിന് വേണ്ടി കേസ് വാദിച്ചു. അവസാനം വധശിക്ഷ എന്നുള്ളത് മാറ്റി ജീവപര്യന്തമാക്കി. ആ ജീവപര്യന്തം ശിക്ഷ ഓർഡർ ചെയ്ത ജഡ്ജ് ഈ IPSകാരൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയാമോ, സുഹൃത്തെ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം അയാൾ നിരപരാധിയാണെന്ന്, പക്ഷേ മോളിൽ നിന്നുള്ള ഓർഡറാണ്, അയാളെ വിടാൻ പറ്റൂല. അതുകൊണ്ടാണ് ആ പാവം ജയിലിൽ കിടക്കുന്നത്. അയാൾ വ്യക്തമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു തെളിവില്ല അതിനകത്ത്. അയാൾ അവിടെ പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അന്ന് പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷെ ഈ ഗ്രഹാം സ്റ്റെയിൻസ് കാണിച്ചത് ശുദ്ധ അസംബന്ധവും ശുദ്ധ പോക്രിതരായിരുന്നു. അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനെപ്പറ്റി വിശദമായിട്ടുണ്ട്. ടൈഡിങ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിക്കൽ മാഗസിൻ ഉണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് നമുക്കില്ലാത്ത അതും അത് അവർക്കുള്ളതാണ്. അവർ ഈ മതപ്രചരണത്തെ കുറിച്ചിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മാസികകൾ. ആ മാസികയിൽ ഇയാൾ ഇവിടുന്ന് സ്ഥിരം എഴുതിക്കൊണ്ടിരുന്ന റിപ്പോർട്ട് ഗ്രഹാം സ്റ്റെയിൻസ് ആൻഡ് ഗ്ലാഡി സ്റ്റെയിൻസ് എന്നുള്ള പേരിൽ വരുമായിരുന്നു. അതിനകത്ത് ഞാൻ ഇന്ന് 15 പേരെ മതം മാറ്റി, ഞാൻ 4 കുരിശ് സ്ഥാപിച്ചു. പിന്നെ ഇവിടെ മയൂർ ബെഞ്ചിലുള്ള ആൾക്കാർ മുഴുവൻ അനിമസ് വർഷിപ്പേഴ്സ് ആണ്. അതായത് പാമ്പുകളെയും കുരങ്ങന്മാരെയും ഒക്കെ വർഷിപ്പേഴ്സാണ്. അവരെ ഞാൻ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഡയറി കുറിപ്പുകൾ ടൈഡിങ്സിലുണ്ട്.